ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം എന്തെന്നാൽ 2024 കാർത്തിക നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്ന നക്ഷത്രഫലങ്ങൾ എങ്ങനെയാണ് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ആളെന്നത് എനേബിൾ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ആയാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞതുപോലെ കാർത്തിക നക്ഷത്രക്കാർക്ക് 2024 മാനസികപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാലമായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് സമയവും മനസ്സും നഷ്ടപ്പെടുത്തുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്, അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി ജീവിതത്തിൽ വിജയിക്കുവാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനായുള്ള പദ്ധതികൾ നടത്തുകയുമാണ് വേണ്ടത്. ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞത് നേരായ വഴികളിൽ കൂടിയുള്ള വിജയങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള വഴികളിൽ സഞ്ചരിക്കുന്നത് തകർച്ചയ്ക്ക് കാരണമായേക്കും. ഇത്രയും പറഞ്ഞതിൽ 2024 കാർത്തിക നക്ഷത്രക്കാർക്ക് അത് ആ സമയത്ത് മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇപ്പോഴുള്ള ജീവിത സുഖങ്ങളിൽ വർധനവ് ഉണ്ടാകും. സ്വയപ്രയത്നം കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഭരണി നക്ഷത്ര ജാതകർക്ക് എന്ന പോലെ തന്നെ കാർത്തിക നക്ഷത്ര ജാതകർക്കും തൊഴിൽപരമായി ദീർഘദൂര യാത്രകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഗൃഹത്തിലേക്ക് ആവശ്യങ്ങളായ ഗൃഹോപകരണങ്ങളും മറ്റ് ആഡംബര സാധനങ്ങളും വാങ്ങിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ധനവ്യയം നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കുടുംബപരമായ സ്വത്ത് ജാതകനിൽ വന്നു ചേരുവാനുള്ള യോഗങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ നിന്നിരുന്ന പ്രശ്നങ്ങൾക്കും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഭിന്നതകൾക്കും ശമനം ഉണ്ടാവുകയും കുടുംബത്തിൽ സന്തോഷം, സമാധാനം എന്നിവ വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. പുകവലി, മദ്യപാനം എന്നിവ പൂർണ്ണമായി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ തകർച്ചയിലായിരിക്കും അവസാനിക്കുന്നത്. ഉപേക്ഷിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും അത് നടത്തിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് ആവുന്നില്ല എന്നതാണ് സത്യം. കാർത്തിക നക്ഷത്ര ജാതകരിൽ എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നു എന്നല്ല ഉദ്ദേശിച്ചത്, ഉപയോഗിക്കുന്നവർ ഒഴിവാക്കുക എന്നതാണ് പറയുന്നത്. വാഹനങ്ങൾ വാങ്ങുന്നതിലോ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലോ, അതായത് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലോ വഴി പണച്ചിലവുകൾ വർദ്ധിച്ചേക്കാം. 2024 കാർത്തിക നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഉത്തരവാദിത്തം വർദ്ധിക്കുകയും സമയം കണ്ടെത്തി പല പ്രവർത്തനങ്ങളും ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. കുടുംബത്തിൽ ഗുരുജനങ്ങൾക്ക് പലതരത്തിലുള്ള അരിഷ്ടതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആയതിനാൽ ആ കാര്യങ്ങളിൽ കുടുംബത്തിലുള്ള മുതിർന്ന ആൾക്കാരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പൗത്രീപുത്രന്മാരെ കൊണ്ട് സന്തോഷം വന്നു ചേരുന്നതായിരിക്കും, അതായത് സന്താനങ്ങളെ കൊണ്ട് സന്തോഷം വന്നു ചേരുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാവുകയും പരീക്ഷകളിൽ നല്ല വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് മാനസികമായി ഉണ്ടായിരുന്ന പിരിമുറുക്കങ്ങൾ മാറിക്കിട്ടും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും പോയി പെടാതിരിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ
ഒഴിഞ്ഞു പോകുവാൻ ശ്രമിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത മുന്നിൽ വരുമ്പോൾ അതിൽ പെട്ടാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ സമാധാന ജീവിതത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കും. ആയതിനാൽ അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ സംഭവിച്ചു വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുവാനാണ് ശ്രമിക്കേണ്ടത്. സഹോദരങ്ങൾക്ക് വേണ്ടി ധനപരമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും യോഗം കാണുന്നുണ്ട്. കൂടാതെ കാർത്തിക നക്ഷത്ര ജാതകർ നവഗ്രഹ പൂജ നടത്തുകയും ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഉത്തമമാകുന്നു. ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.